പ്രീതേ, ഈ ആണുങ്ങൾക്ക്, കല്യാണപ്രായമായ ആണുങ്ങൾക്ക് കെട്ടാൻ പെണ്ണില്ലാത്തൊരവസ്ഥയുണ്ട്. പുര നിറഞ്ഞു നിൽക്കുന്ന ആണുങ്ങൾക്ക് അതെ, കെട്ടാൻ പെണ്ണില്ല. ആ ഒരു അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഒരു അവസ്ഥ ഉള്ളത് ചൈനയിലാണ്. കെട്ടാൻ പെണ്ണില്ല, പുരുഷന്മാരെ കൊണ്ട് ഇങ്ങനെ കൂടി അവർക്ക് നിർമ്മിച്ചൊക്കെ എടുക്കാമായിരുന്നു. അവരുടെ സ്വഭാവം വെച്ച് നിർമ്മിത ബുദ്ധിയാണ് ഏറ്റവും കൂടുതൽ. ബുദ്ധിയാണല്ലോ റോബോട്ടിനെയൊക്കെ നമ്മളിവിടെ പറഞ്ഞ മെയ്ഡ് ഇൻ കുന്നംകുളം, മെയ്ഡ് ഇൻ ചൈന, അത്തരത്തിൽ അവര് AI വരെ കല്യാണം കഴിക്കുന്ന കാലഘട്ടം കേട്ടോ. അത് റോബോട്ടിനെയൊക്കെ കല്യാണം കഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവർക്ക് അതൊക്കെ ആവുന്നതാണ്. പക്ഷെ ഇപ്പൊ എന്തായാലും ഇവര് എന്താ ചെയ്യണ വെച്ചിട്ടുണ്ടെങ്കില് വൈഫ്സിനെ ഷോപ്പ് ചെയ്യാണ്, പർച്ചേസ് ചെയ്യാണ്. പെണ്ണുങ്ങളെ, വിവാഹം കഴിക്കേണ്ട പെണ്ണുങ്ങളെ, വധുക്കളെ ഷോപ്പ് വധുവിനെ ഷോപ്പ് ചെയ്യും. കെട്ടാൻ മുട്ടി നിൽക്കുന്നവർ എന്ന് പറയാൻ പറ്റില്ല, 30 വയസ്സിന് അടുത്തവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഏജ് അതാണല്ലോ, സ്ത്രീകളെ വിവാഹം ഒക്കെ കഴിച്ച് സെറ്റിൽ ആവുന്ന ഒരു സമയമാണ്. അപ്പൊ അവരെന്തെയും പർച്ചേസ് ചെയ്യും. കിട്ടാനില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇത് നമ്മൾ ഇത്രയും ലാഘവത്തോടെ പറയുമ്പോഴും അത് അവിടെ വളരെ വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യക്കടത്തും വിൽപ്പനയും തന്നെയാണ് ഇതിന്റെ മറവിൽ നടക്കുന്നത്. കാരണം കല്യാണത്തിനൊരു ഉറപ്പില്ല. ഇത് പർച്ചേസ് ചെയ്യുന്നവർ ഗർഭിണികളാകുന്നു, കുട്ടികൾ ഉണ്ടാകുന്നു, പിന്നെ ഇവരുടെ കാര്യങ്ങൾക്കൊന്നും ഒരു തീരുമാനവുമില്ല എന്ന് പറയുന്ന അവസ്ഥ. അതായത് ഈ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്ന സ്ത്രീകളുടെ എന്താ പറയാ ക്ഷേമം, പിന്നീടുള്ള അവരുടെ ജീവിതം എന്ന് പറയുന്നത് കട്ടപ്പുക എന്ന് പറയുന്ന സാധാരണ കുടുംബത്തിലെ സ്ത്രീകള് ഇതൊക്കെ ആയിരിക്കാം. അത് അങ്ങനെയുള്ളവരെയൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ ചൈനീസ് എംബസി ഒരു സ്വന്തം പൗരന്മാർക്കൊരു മുന്നറിയിപ്പ് നൽകിയിട്ട് അത് ഇങ്ങനെയാണ്: നിയമവിരുദ്ധമായിട്ടുള്ള മനുഷ്യക്കടത്തിനും വിവാഹങ്ങൾക്കും ഓൺലൈൻ ഡേറ്റിങ്ങിനുമെതിരെ ജാഗരൂകരായിരിക്കണമെന്നാണ് പറഞ്ഞത്. ഫോറിൻ വൈഫ് ഷോപ്പിംഗ് നടത്തരുതെന്ന് കൂടി എംബസി പറയുന്നുണ്ട്. ബംഗ്ലാദേശിലെ അപ്പോ ബംഗ്ലാദേശിലെ ചൈനീസ് എംബസിയാണ്. അപ്പൊ അത് വലിയ വിഷയങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് വ്യക്തവുമാണ്. എന്തായാലും ബംഗ്ലാദേശ് ഈ പറയുന്ന പോലെ കല്യാണപ്രായം എത്തി നിൽക്കുന്ന ചൈനീസ് യുവാക്കൾ ചെയ്യുന്നത് ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ എന്താ പറയാ ദരിദ്രരായിട്ടുള്ള സ്ത്രീകളെ കടത്തിക്കൊണ്ടുവരിക, ഡേറ്റിങ്ങിലാവുക, കടത്തിക്കൊണ്ടുവരിക, അതൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ ചൈനീസ് യുവാക്കൾക്ക് ഇവർ മീഡിയേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ചൈനീസ് യുവാക്കൾക്ക് ഇവർ വിൽക്കും. അതിൽ പ്രത്യേകിച്ച് നമുക്കൊരു ധാരണയോ കോൺട്രാക്റ്റോ അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അങ്ങനെ എത്തിപ്പെടുന്ന ഈ പറയുന്ന യുവതികളെല്ലാം തന്നെ ഇവരായിട്ട് ഡേറ്റിങ്ങിലാവുകയും ഈ പറയുന്ന പോലെ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാവുകയും ബലാത്സംഗം ചെയ്യപ്പെടുന്നു, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, പിന്നീട് നരക ജീവിതമാണ്. സ്വാഭാവികമായിട്ട് അവർ ഒരു പക്ഷേ ഇതിനൊക്കെ മൂല്യം കൊടുക്കുന്നവരാണോ എന്നുള്ളത് നമുക്കറിയാം. കുടുംബ ബന്ധങ്ങൾക്കൊക്കെ എത്രത്തോളം മൂല്യമുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ കാണുന്നവർ അതുകൊണ്ടാണല്ലോ കടത്തിക്കൊണ്ടുവരുന്നവരെ കല്യാണം കഴിക്കുകയും പിന്നീട് അവർക്ക് നരക ജീവിതം എന്നുള്ള വാർത്തകൾ വരികയും ഒക്കെ ചെയ്യുന്നത്. അപ്പം 30ഉം 40ഉം ഒക്കെ വയസ്സ് പ്രായമുള്ളവരാണ് എത്ര ശ്രമിച്ചിട്ടും വധുവിനെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ഇത്തരത്തിൽ മനുഷ്യക്കടത്ത് നടത്തുന്നവരിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെയുള്ളവർ ഇടനിലക്കാരായി നിന്ന് ഈ പറയുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നിവിടങ്ങളിൽ, നേപ്പാൾ അവിടങ്ങളിൽ നിന്നൊക്കെ ഈ ദരിദ്രരായിട്ടുള്ള സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ പറയുന്ന ചീറ്റിംഗും നടക്കുന്നുണ്ട്. ഇതിന് പറയുന്ന ഒരു പ്രത്യേക പേരുണ്ട്, ഷെങ്നൻ ഷിദായി. ഇതാണ് ഈ പ്രത്യേക തരത്തിലുള്ള വിവാഹ സ്കീമിന് പറയപ്പെടുന്ന പേര് എന്നാണ് പറയുന്നത്. ചൈനീസ് വാചകമാണോ? ആയിരിക്കാനാണ് സാധ്യത. ചൈനയിലെ സ്ത്രീകളുടെ എണ്ണം നന്നേ കുറവാണ്. അപ്പോൾ വരും വർഷങ്ങളിലൊക്കെ ഈ അവസ്ഥ ഗുരുതരമാകുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോഴും വരികയും ചെയ്തിട്ടുണ്ട്. 2020 മുതൽ 2050 വരെയുള്ള കാലത്ത് ഒരു പക്ഷെ 30 മുതൽ 50 മില്യൺ വരെ യുവാക്കൾക്ക് പെണ്ണ് കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. 30 മുതൽ 50 മില്യൺ വരെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, അപ്പൊ അത്രയും രൂക്ഷമാണ് ഇപ്പോൾ തന്നെ. അതുകൊണ്ടാണ് അവര് ഈ വധുക്കടത്ത് നടത്തുന്നതും അത് വലിയ ഗുരുതരമായ വിഷയമാണെന്നൊക്കെ ലണ്ടൻ യൂണിവേഴ്സിറ്റി റിസർച്ചർ മിങ്വാവോ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം ഇവർക്ക്
എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള കാര്യം അവിടെ നിലനിൽക്കുന്നത്. നമ്മൾ പറയുന്ന പോലെ വളരെ നിസ്സാരമായിട്ട് ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങളാണ്. ഡേറ്റിംഗിൽ വഴി ഇവരുമായി അടുക്കുക, പിന്നീട് കാര്യങ്ങൾ നടന്നതിന് ശേഷം പോവുക എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. ചൈനയിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അത്തരത്തിൽ മാനുഷികതയൊന്നും ചൈനയിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യം. ചൈന കാണിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ഒരു ഇതാണല്ലോ. ഈ യുദ്ധരംഗത്ത് തന്നെ പാകിസ്ഥാനെ സഹായിക്കാനും ചൈനയുടെ ഈ അണ്ടർഗ്രൗണ്ട് പരിപാടികളൊക്കെ പറയുമ്പോഴത്തേക്ക് ചൈനയ്ക്ക് ഒരിക്കലും ഒരു മൂല്യമൊന്നും ഉണ്ടാവണമെന്നില്ല. ആകെ ഒരു കൊമേഴ്സ്യൽ സംസ്കാരം എന്ന് വെച്ചാൽ ഒരു വിൽപ്പന സംസ്കാരം. അത്തരത്തിൽ അത് തന്നെയാണ് അവർ ഇവിടെയും കാണിക്കുന്നത്. അതെ, ഒരു വിൽപ്പന സംസ്കാരം എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ മാനുഷികതയോ മറ്റു മൂല്യങ്ങളോ ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്തിലുള്ളത് പോലെയുള്ള മാനുഷിക മൂല്യങ്ങളൊന്നും കാണിക്കണമെന്നില്ല. തീർച്ചയായിട്ടും ഈ ഡേറ്റിംഗ് എന്നൊക്കെ പറയുന്നത് തന്നെ ഈ കാലഘട്ടത്തിൽ അമേരിക്കൻ സംസ്കാരത്തിന്റെ കടമെടുപ്പാണ്. അത് എത്രത്തോളം നമ്മുടെ സംസ്കാരത്തിന് മൂല്യച്യുതി ഉണ്ടാകുന്ന, കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകുന്നതൊക്കെ തന്നെ അത് നമുക്ക് പറയാതെ പറയാൻ പറ്റില്ല. കാര്യം നമുക്കുണ്ടാകുന്ന മൂല്യച്യുതിയൊക്കെ തന്നെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഒരു ആഗീരണം അല്ലെങ്കിൽ അഡോപ്ഷൻ എന്ന് പറയുന്ന പോലെ അതിന്റെ പിറകെ പോകുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡേറ്റിങ്ങിലൂടെ സ്ത്രീകൾ പ്രഗ്നന്റ് ആകുന്നു, അവരെ ഉപേക്ഷിക്കുന്നു, പിന്നെ അവരുടെ ജീവിതം നരകം. കാര്യം ഇതിൽ പറയുന്ന നമ്മൾ വായിച്ച് അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള എങ്ങനെയാ വെച്ചാൽ സാധാരണ ദരിദ്ര കുടുംബത്തിലെ സ്ത്രീകളെ ഇങ്ങനെ ഞങ്ങൾക്ക് പിന്നെ വിവാഹം കഴിക്കാൻ സ്ത്രീകളെ കിട്ടാത്തതാണ്, അതുകൊണ്ട് നിങ്ങൾക്കൊരു ജീവിതം തരാം. പണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ അറബികൾ വന്ന് മുസ്ലിം നിർധന കുടുംബങ്ങളിൽ നിന്ന് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ കുടുംബ വീട് മാലി കല്യാണം, അതെ, എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിനൊക്കെ അടുത്ത് ഒരു മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയ ഉണ്ട്. അവിടെ നിന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് വന്നതായിട്ടും ആ വന്ന അറബി ഏജ്ഡ് ആണ്, ആ കുട്ടിക്ക് വെറും 19 വയസ്സേ ഉള്ളൂ, അവനെയൊക്കെ തുരത്തണമെന്ന് ആ നാട്ടുകാർ പറയുന്ന കേട്ടോ. അവനൊക്കെ അടി കൊടുത്ത് ഓട്ടിക്കണം. ഇത് ആരാ ഇവനൊക്കെ കൊണ്ടുവന്നെന്ന് നാട്ടുകാർ ചോദിച്ചാൽ കേട്ടു. അങ്ങനെയുള്ള പ്രവണത ഇവിടെ ഉണ്ടായിരുന്നു. അറബികൾ വന്ന് നിർധനരായ കുടുംബത്തിലെ ആൾക്കാരെ കൊണ്ടുപോകുന്നു, പിന്നെ ഇവർ കല്യാണം കഴിച്ച് കൊണ്ടുപോയി ഒരു കുഞ്ഞൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ ആക്കിയിട്ട് അവരങ്ങ് പോവുക. പക്ഷെ കാശ് അവിടെ നിന്ന് വന്നോളും, കാശുണ്ടാവും. ഇവർക്കൊരു ആങ്ങളെ ഉണ്ടെങ്കിൽ ആങ്ങളയ്ക്ക് എന്തെങ്കിലും തൊഴിലൊക്കെ കൊടുക്കും. ഇതൊക്കെ സ്വാഭാവികമായി നടന്നിരുന്ന. പക്ഷെ അതവിടെ സംരക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിവിടെ ചീറ്റിംഗ് ആണ്. ഇത് ചീറ്റിംഗ് ആണ്. ഈ മ്യാൻമർ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലൊക്കെ ദാരിദ്ര്യം ഉണ്ടല്ലോ, അത് മുതലെടുക്കുകയാണ്. ഇന്നും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സാമ്പത്തികമായി തകർന്ന രാജ്യം അല്ലെ, സാമ്പത്തികമായി തീരെ തകർന്ന രാജ്യങ്ങളായിരിക്കും. അതെ. അപ്പൊ അത്തരത്തിലാണ് അവിടെ നിന്ന് മുതലെടുപ്പ് നടത്തുന്നത്. ഇനി ഇപ്പോ അവിടെ നിന്ന് മാത്രമല്ല, ഏതാണ്ട് മനുഷ്യാവകാശ സംരക്ഷണ സമിതി 2019 പുറത്തുവിട്ട വിവരം അനുസരിച്ചിട്ട് കംബോഡിയ, ഇന്തോനേഷ്യ, ലാവോസ്, നേപ്പാൾ, നോർത്ത് കൊറിയ, പാകിസ്ഥാൻ, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നുകൂടി ഈ വധുക്കടത്ത് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ചൈനയിലുള്ള അവിടെയും വിവാഹ ബ്രോക്കർമാരുണ്ട് ചൈനയില്. ആ വിവാഹ ബ്രോക്കർമാരും മനുഷ്യക്കടത്തുകാരും കൂടെ ടൈപ്പായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ മികച്ച ജോലിയോ അല്ലെങ്കിൽ നല്ലൊരു ഭാവി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ, സ്വാഭാവികമാണത്, അങ്ങനെയാണ് ആകർഷിക്കുന്നത്. അതെ, അങ്ങനെയാണ് ആകർഷിക്കുന്നത്, അവരെ വലയിലാക്കുന്നത്. ഇവരുടെ ചൈനയിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ ഈ യുവതികളുടെയൊക്കെ യാത്രാരേഖകളും തിരിച്ചറിയൽ രേഖകളും ഒക്കെ ഇവര് പിടിച്ചു വെക്കും. പിന്നീട് അവരുടെ ജീവിതം അങ്ങ് തീരുമാനിക്കുന്നത് ഈ കടത്തുകാരാണ്, മനുഷ്യക്കടത്തുകാരാണ്. അവരാണ് തീരുമാനിക്കുക. ഏതാണ്ട് വിവാഹ ബ്രോക്കർമാർ വേറെയാണ് ഏട്ടാ. മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു, ഒരുമിച്ചാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പൊ അതിലും സൗന്ദര്യവും വയസ്സും ഒക്കെ അനുസരിച്ചിട്ട് $5,000 മുതൽ $20,000 വരെയാണ് ഈ വിൽപ്പന നടക്കുന്നത് എന്നാണ് പറയുന്നത്. അത്രയും ഡോളറുകൾക്കാണ്. അപ്പൊ പുരുഷന്മാർക്ക് ഈ വിവാഹം എന്നൊക്കെ പറയുമെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഇവരുടെ ഒരു സമ്മതമൊന്നും കൺസേണൊന്നും ഇല്ല. അവർക്ക് ഈ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതായിരിക്കും. പക്ഷെ അവർ പിന്നീട് വരുന്നത്, ദാരിദ്ര്യത്തിൽ നിന്ന് അവർ വരുന്നത് നരക ജീവിതത്തിലേക്കാണ്. അല്ല, ഇത് വളരെ ഭയങ്കരമായ പീഡനവും ബലാത്സംഗവും ഒക്കെ ആകാനാണ് സാധ്യതയൊക്കെ ആയിട്ട് പോകുന്നത് അല്ലെ ഈ സ്ത്രീകളൊക്കെ. ഉറപ്പായിട്ടും ഈ മ്യാൻമറിൽ ഡസൻ കണക്കിന് കേസുകൾ 2019 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നും നേപ്പാളിൽ നിന്നാണ് കൂടുതൽ ഇത്തരത്തിൽ കേസുകളൊക്കെ വരുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇവർക്ക് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു യന്ത്രം, നമ്മൾ പറയില്ലേ വിഭവശേഷി കൂട്ടുക എന്ന് പറയുന്നത് പോലെ, കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു യന്ത്രങ്ങളായിട്ടാണ് ഈ സ്ത്രീകൾക്ക് ചൈനയിൽ കഴിയേണ്ടി വരുന്നത് എന്നുള്ളതാണ്.
കുഗ്രാമങ്ങളിലെ അടക്കം സ്ത്രീകൾ തടവിലാക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഈ ചൈനീസ് സർക്കാരിന് അറിയാട്ടോ, ഇതൊക്കെ ചൈനീസ് സർക്കാരിന് അറിയാം. പക്ഷെ അതിനെതിരെ യാതൊരു നടപടികളും ഇല്ല. അവരും കൂടി അറിഞ്ഞിട്ടാണോ ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള സംശയം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ പറയുന്നത് വളരെ നീചമായ പ്രവൃത്തിയാണ്.